ഹലോ ഗൈസ്, എല്ലാവർക്കും PSC ഗേളിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും നമുക്കൊരു PYQ ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് LGS, LDC, VF അങ്ങനെ വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, ഇന്ത്യ വിഭജനവുമായിട്ടാണ് നിശബ്ദതയുടെ മറുവശം എന്ന ഉർവശി ഭട്ടാലിയയുടെ കൃതി ബന്ധപ്പെട്ടിരിക്കുന്നത്. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം? ജോർജ് യൂൾ, ആനന്ദ് മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെല്ലിസൺ ഗുപ്ത ഇവരെല്ലാം INCയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവരാണ്. 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രം ഏത്? പശ്ചിമോദയവും രാജ്യസമാചാരവും 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി ആര്? MR രാഘവ വാര്യർ ആണ് 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ബിൽഹന വിക്രമാംഗ ദേവചരിതവും അതുല മൂഷകവംശ മഹാകാവ്യവുമാണ് ഇതിൽ ശരിയായ ജോഡികൾ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചെരിവിനെ സൂചിപ്പിക്കുന്നു. 1ഉം 2ഉം പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ഭൂപ്രകൃതിയെ വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് നമുക്ക് കേരളത്തിലുള്ളത്. അതിൽ മലനാടാണ് ഏറ്റവും വിസ്തൃതി കൂടിയത്, ഇടനാട് രണ്ടാമതും തീരപ്രദേശം മൂന്നാമതുമാണ് വരുന്നത്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കാണ്ഡ്ല എന്നതാണ് തെറ്റായ പ്രസ്താവന. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക. ഖാരിഫ് വിളകൾ നെല്ലും ചോളവുമാണ്. റാബി വിളകൾ ഗോതമ്പും ബാർലിയുമാണ്. സെയ്ദ് വിളകളാണ് തണ്ണിമത്തനും പച്ചക്കറികളും. 12ാമത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ്. 2023 സെപ്റ്റംബർ 2-ന് PSLV C-57 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. സൂര്യന്റെ അടുത്തുള്ള L4 ലാഗ്രാഞ്ച് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ ആണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്ത വ്യക്തി. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ബോർലോഗ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും ഇവ രണ്ടുമാണ് ശരിയായത്. നീതി ആയോഗിന്റെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ബജറ്റ് 2023-24 അമൃതകാലം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ടെസ്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏത്? ഇവിടെ 2ഉം 3ഉം പ്രസ്താവനകൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നതും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 26 ജനുവരി 1950 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു എന്നുള്ളതുമാണ് തെറ്റായ പ്രസ്താവനകൾ.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും എന്നതാണ്. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേര് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം എന്നതാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത ഏത്? നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ തെറ്റായ വസ്തുത ഏതെല്ലാം? ഓപ്ഷൻ 1 മാത്രമാണ് തെറ്റ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 42ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ പ്രസ്താവന ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണുള്ളത്. മൗലിക കടമകളിലെ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പു നൽകുന്നു. ഈ 2 പ്രസ്താവനകൾ 2ഉം 3ഉം പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്. 2023 19 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമനങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബിൽ അറിയപ്പെടുന്നതാണ് ജൻ വിശ്വാസ് ബിൽ. ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏത്? പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നതെന്നും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട എന്നും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ആണ് എന്നും 2, 3, 4 എന്നീ ഓപ്ഷനുകളാണ് ഇവിടെ ശരിയായിട്ടുള്ള വിവരങ്ങൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത ജലസേചന പദ്ധതികൾ ഉൾപ്പെടുന്നു എന്നതും തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു എന്നതും തെറ്റായ പ്രസ്താവനകളാണ്. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേരാണ് കേരള ട്രൈബൽ പ്ലസ്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് കൂട്ട്. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡിയാണ് ആന്റിബോഡി M. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു എന്നതിനെയാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സന്ധികളിലെ കാർട്ടിലേജ് നശിക്കുന്നതിനെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സൂചിപ്പിക്കുന്നത്. ഇനോത്തറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂട്ടേഷൻ സിദ്ധാന്തവുമായിട്ടാണ് ഇനോത്തറ ലാമാർക്കിയാന എന്ന സസ്യം ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതാണ് ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതാണ് ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം. താഴെ പറയുന്നവയിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ബാക്കിയുള്ളവ 3ഉം മർദ്ദത്തിൻ്റെ യൂണിറ്റാണ്. അൾട്രാവയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളേക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട്. എക്സ്റേയ്ക്ക് ഗാമ വികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ഇവിടെ ശരിയാണ്. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജ്ജം 200 kWh ആണെങ്കിൽ ആകെ ഊർജ്ജത്തിൻ്റെ അളവ് ജൂളിൽ എത്ര? 72 × 10⁻⁷ ജൂൾ ആണ് അതിനുള്ള ഉത്തരം.
2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? നിഹോൺ ഹിഡാൻക്യോ. 42ാമത്തെ ക്വസ്റ്റ്യൻ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണമാണ് മോളാരിറ്റി എന്ന് പറയുന്നത്. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ എന്നതിൽ പാലിനാണ് pH മൂല്യം കൂടുതലുള്ളത്. ഗ്രാഫീൻ എന്നത് കാർബണിൻ്റെ ഒരു അല്ലോട്രോപ്പ് ആണ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? 1975 ഇംഗ്ലണ്ടിൽ വെച്ചാണ് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടന്നത്. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യനൃത്ത കലാരൂപമാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? പഴശ്ശി കലാപമാണ് ആദ്യം സംഭവിച്ചത്. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 2025 ONV പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചത്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിനാണ് ലഭിച്ചത്. കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ്. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഹി അപ്പോളജൈസ്ഡ് ഫോർ അറൈവിംഗ് ലേറ്റ്. The word late in the above sentence is adverb. 20% of students have completed the assignments on time. We need, ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വരുന്നില്ല. We need sugar to bake the cake. By the time the guests arrive, we will have decorated the hall. He has been living in Delhi since 2015. Which of the following is the correct plural of appendix when referring to text? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് കോമ്പൗണ്ട് വേർഡ് സ്നോഫോൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു അബ്രിഡ്ജ് ഈസ് ഓപ്ഷൻ ബി. വാട്ട് ഡസ് suo moto means? On its own motion. The idiom jump on the bandwagon means to join others in doing something popular. അടുത്തതായിട്ട് മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. ജനം എന്നെഴുതി ജനം എന്നുച്ചരിക്കുന്നു. എന്തുകൊണ്ട്? ഔദാസീന്യ ന്യായം. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു. ഈ വാക്യത്തിലെ വിഭക്തി ഏതാണ്? സമാസ വിഭക്തിയാണ്. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ. ഒറ്റപ്പദം ഏത്? പ്രത്യുൽപ്പന്നമതി. ബാഹ്യമായി കരുത്തുറ്റെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയായതുമെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏത്? കടലാസു പുലി. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പദത്തിൻ്റെ പ്രത്യേകത എന്താണ്? പോയി എന്നത് അനുപ്രയോഗമാണ്. സഖാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് സഖി. ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് പാരത്രികം. ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി ആണ് അഭ്യസ്തവിദ്യൻ. ശൗരി ശൂരസേനൻ്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏത്? ബഹുവ്രീഹി സമാസമാണ് ഇവിടെ വരുന്നത്. അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ബുദ്ധിയില്ലാത്ത എന്നതാണ് അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം. ഒന്നാമത്തെ ഡേയിലെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.